നമസ്കാരം. മിറക്കിൾ ടാരോട്ട് ഹീലിംഗിൻ്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ഇന്നിവിടെ നോക്കാൻ പോകുന്ന റീഡിംഗ്, നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ചെയ്തതിന് കുറ്റബോധമുണ്ടോ? ശരിക്കും നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സ്നേഹിച്ചിട്ടുണ്ടായിരുന്നോ? നിങ്ങളുടെ അടുത്ത് നിങ്ങളുടെ വ്യക്തി എങ്ങനെയായിരുന്നു? ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു റീഡിങ്ങിൽ നിങ്ങൾക്ക് അറിയാൻ സാധിക്കുന്നത്. ആദ്യം തന്നെ പറയട്ടെ, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ജനറൽസ് റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. ഇതൊരു ജനറൽ റീഡിംഗ് ആയതുകൊണ്ട് തന്നെ ഒരുപാട് പേരുടെ എനർജീസിനകത്തുണ്ട്. നിങ്ങളുമായിട്ട് റെസൊണേറ്റ് ആവുന്നത് മാത്രം സ്വീകരിക്കുക, അല്ലാത്തതൊക്കെ വിട്ടുകളയുക. നെഗറ്റീവ് എനർജീസിനെ ലൈഫിലേക്ക് അട്രാക്റ്റ് ചെയ്യാതിരിക്കാൻ മാക്സിമം ട്രൈ ചെയ്യുക. ഇത് ജനറൽ റീഡിംഗ് ആണെന്ന് ആദ്യം തന്നെ പറഞ്ഞല്ലോ. നിങ്ങളുടെ കാര്യത്തിനെ കുറിച്ചിട്ട് വ്യക്തമായിട്ടുള്ളൊരു ക്ലിയർ പിക്ചർ ലഭിക്കണം. നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എന്താണ് ബ്ലോക്കേജ്? നിങ്ങളുടെ റിലേറ്റീവ്സ് ചെയ്തിട്ടുള്ള ബ്ലാക്ക് മാജിക് ആണോ, അല്ലെങ്കിൽ ഒരു തേർഡ് പേഴ്സൻ്റെ വരവാണോ, അതോ വേറെ എന്തെങ്കിലും പ്രശ്നമാണോ? ഇതൊക്കെ അറിയണമെന്നുണ്ടെങ്കിൽ അത് പേഴ്സണൽ റീഡിംഗ് എടുത്തു കഴിഞ്ഞാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. പേഴ്സണൽ അതായത് റിലേഷൻഷിപ്പ് റീഡിങ്, കരിയർ റീഡിങ്, ബ്ലോക്കേജ്, ബ്ലാക്ക് മാജിക് റീഡിങ്, ഇതൊക്കെ അറിയാൻ വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക. നിങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമായിട്ട് തരുന്നത് ബ്രേസ്ലെറ്റ് ആണ്. റിലേഷൻഷിപ്പിൻ്റെ പ്രശ്നം അനുഭവിക്കുന്നവർക്ക് ലവ് അട്രാക്ഷൻ ബ്രേസ്ലെറ്റ്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ നിങ്ങളുടെ അടുത്ത് കൂടുതൽ അടുപ്പമില്ല, നിങ്ങളുടെ കോൾസ് എല്ലാം റിജക്റ്റ് ചെയ്യുകയാണ്, നിങ്ങൾ ബ്രേക്കപ്പാണ്, നിങ്ങളുടെ മെസ്സേജിന് റിപ്ലൈ തരുന്നില്ല, നിങ്ങളോട് സംസാരിക്കാൻ കൂട്ടാക്കുന്നില്ല എന്നൊക്കെ ഉണ്ടെങ്കിൽ അവർക്ക് യൂസ് ചെയ്യേണ്ടത് ലവ് അട്രാക്ഷനാണ്. നിങ്ങളുടെ ഇടയിൽ ഇപ്പോൾ നിങ്ങളുടെ ഇൻലോസ് ആവട്ടെ, ഫ്രണ്ട്സ് ആവട്ടെ, വേറെ ആരും ആവട്ടെ, നിങ്ങളുടെ ഇടയിൽ പ്രശ്നമായിട്ട് ഒരു വ്യക്തി നിൽക്കുന്നുണ്ട്, ഒരു തേർഡ് പേഴ്സൺ നിൽക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ആ തേർഡ് പേഴ്സണിൻ്റെ ശല്യം ഒഴിഞ്ഞു പോയിട്ട് നിങ്ങളുടെ വ്യക്തിയെ തിരിച്ചു വരാൻ വേണ്ടിയിട്ട്, നിങ്ങൾ ആഗ്രഹിക്കുന്ന രീതിയിൽ വരാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യേണ്ടത് തേർഡ് പാർട്ടി റിമൂവർ ബ്രേസ്ലെറ്റ് ആണ്. പിന്നെ കരിയർ പ്രോബ്ലം അനുഭവിക്കുന്നവർക്ക്, കരിയറിൽ ബ്ലോക്കേജ് ഉള്ളവർക്ക് കരിയർ ബ്രേസ്ലെറ്റ്, സാമ്പത്തിക ബുദ്ധിമുട്ടുള്ളവർക്ക് മണി അട്രാക്ഷൻ ബ്രേസ്ലെറ്റും, നെഗറ്റീവ് എനർജി കൊണ്ടിട്ട് ലൈഫിൽ ഭയങ്കര ദുരിതങ്ങൾ അനുഭവിക്കുന്ന അസുഖങ്ങൾ അങ്ങനെയൊക്കെ ഉള്ളവർക്ക് ബ്ലാക്ക് എനർജി റിമൂവർ ബ്രേസ്ലെറ്റുമാണ് തരുന്നത്. ഇത് നിങ്ങളുടെ പേരും, ഇതിന് ഉള്ളൊരു വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പേരും നാളും വെച്ചിട്ട് കസ്റ്റമൈസ് ചെയ്ത് പൂജിച്ച് തയ്യാറാക്കി മന്ത്രം ജപിച്ച്, നിങ്ങളുടെ ആവശ്യം പറഞ്ഞ് മന്ത്രം ജപിച്ചിട്ടാണ് തയ്യാറാക്കി നൽകുന്നത്. നല്ല പവർഫുള്ളായിട്ടുള്ള ബ്രേസ്ലെറ്റാണ്. നിങ്ങളുടെ ആഗ്രഹം, നിങ്ങൾ വിചാരിക്കുന്ന എന്താണോ അത് അതുപോലെ നടക്കും. പേഴ്സണൽ റീഡിംഗ് എടുക്കുവാനായിട്ടും നിങ്ങൾക്ക് ബ്രേസ്ലെറ്റിനും വേണ്ടിയിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. നമുക്കിനി റീഡിങ്ങിലേക്ക് കടക്കാം. ഓം നമ ശിവായ. വന്നിരിക്കുന്ന കാർഡ്സ് എല്ലാം എന്തൊക്കെയാണെന്ന് നോക്കാം. 10 of Wands, 6 of Wands, 9 of Wands, 5 of Cups, Knight of Pentacles, 7 of Pentacles. നമുക്ക് റീഡിംഗ് നോക്കാം. നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് ചെയ്തതിന് കുറ്റബോധമുണ്ടോ? നമുക്ക് ആ ഒരു കാര്യം നോക്കാം. ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്, നിങ്ങളും നിങ്ങളുടെ വ്യക്തിയുമായിട്ട് ഒരു ബ്രേക്കപ്പ് ആയല്ലോ, അല്ലെങ്കിൽ നിങ്ങളിനി വേണ്ട, നിങ്ങളുമായിട്ട് ഇനി കോണ്ടാക്റ്റ് ചെയ്യില്ല, ഈ റിലേഷൻഷിപ്പ് നിർത്താം എന്നൊക്കെ നിങ്ങളുടെ വ്യക്തി പറഞ്ഞതിന് ശേഷം അവർ നേരെ ഒന്ന് റെസ്റ്റ് എടുക്കാനാണ് പോയതെന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അതായത് അവർക്ക് സ്വസ്ഥതയും സമാധാനവും ഒക്കെ തിരക്കിയുള്ളൊരു യാത്രയാണ് അവർ പോയത്. ഒറ്റയ്ക്കുള്ള ഒരു ട്രിപ്പായിട്ടാണ് ഇവിടെ കാണുന്നത്. ഒന്നെങ്കിൽ അത് ട്രിപ്പാവാം, അല്ലെങ്കിൽ ആരുമില്ലാതെ സ്വസ്ഥമായിട്ടിരിക്കാൻ വേണ്ടിയിട്ടുള്ളൊരു പോയിട്ടുള്ളൊരു യാത്രയാവാം. അവിടെ നിങ്ങളുടെ വ്യക്തി ആക്ച്വലി ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ടിട്ട്, നിങ്ങളായിട്ടുള്ള റിലേഷൻഷിപ്പ് കൊണ്ടിട്ട് അവരാവശ്യമില്ലാതെ അവർ സ്വന്തമായിട്ട് വിചാരിക്കുന്ന എന്തോ ഒരു വലിയ ഭാരം അവർ ചുമന്നിട്ടുള്ളതായിട്ടാണ്. അതായത് ശരിക്കും അവർക്കറിയില്ല, അവരുടെ പ്രശ്നം കൊണ്ടിട്ടാണ് നിങ്ങൾ ഓരോരോ കാര്യങ്ങൾ അവരോട് ചോദിച്ചുകൊണ്ടും പറഞ്ഞുകൊണ്ടും ഇരുന്നത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അവർക്കുണ്ടായിട്ടുള്ള ഫ്രസ്ട്രേഷൻ, അത് ഏതെങ്കിലും ആൾക്കാർ മുഖേനയാവാം, അവരുടെ കരിയറിലാവാം, അവരുടെ സാമ്പത്തിക ബുദ്ധിമുട്ടും, അവരുടെ എല്ലാ ഫ്രസ്ട്രേഷനും തീർത്തുകൊണ്ടിരുന്നത് നിങ്ങളുടെ അടുത്താണ്. അവർ നിങ്ങളുടെ അടുത്ത് പ്രോപ്പറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നില്ല, പ്രോപ്പറായിട്ട് സംസാരിക്കുന്നില്ല, നിങ്ങൾക്ക് ടൈം തരുന്നില്ല. എവിടെയെങ്കിലും ഒന്ന് പോകാമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോലും അത് പോകാൻ അവർ വില്ലിങ് ആവുന്നില്ല. എപ്പോഴും സൈലൻസ്. നിങ്ങളുടെ അടുത്ത് ഒരുപാട് ഡിസ്റ്റൻസ് കാണിക്കുക. അപ്പോഴൊക്കെ നിങ്ങൾക്ക് ഭയങ്കര മാനസിക വിഷമം കൊണ്ടിട്ട് അവരുടെ അടുത്ത് ഓരോന്നും ചോദിച്ചുകൊണ്ടിരുന്നത്, എന്തുകൊണ്ടാണ് അവരിങ്ങനെ കാണിക്കുന്നത്? നിങ്ങൾക്ക് ആക്ച്വലി നിങ്ങളുടെ അടുത്ത് ഒന്നും തുറന്നു പറയാത്തത് കൊണ്ട് തന്നെ നിങ്ങൾക്കൊന്നും മനസ്സിലായിരുന്നില്ല എന്തിനാണ് അവരങ്ങനെ കാണിക്കുന്നത്. അതുകൊണ്ട് തന്നെ നിങ്ങളാണെങ്കിൽ ഇവരുടെ സ്നേഹം കിട്ടാൻ വേണ്ടിയിട്ടും ഇവരുടെ ഒരു അറ്റൻഷനും കിട്ടാൻ വേണ്ടിയിട്ടും അവരുടെ അടുത്ത് അങ്ങോട്ട് കയറിയിട്ട് ഒത്തിരി സംസാരിച്ചിട്ടുണ്ട്. ഇപ്പം അതൊന്നും ഇല്ലാത്തതുകൊണ്ട് അവരുടെ വിചാരം അവർക്കൊരു റിലീഫ് കിട്ടി, അവരിപ്പോൾ സ്വസ്ഥത തേടിയുള്ളൊരു യാത്ര എന്നാണ് ഇവിടെ കാണുന്നത്.
അതായത് നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയപ്പോൾ അവരാദ്യം ചെയ്തത് അതായിട്ടാണ് ഇവിടെ കാണുന്നത്. പക്ഷേ ഉണ്ടല്ലോ അവരുടെ ലൈഫിൽ അവർക്ക് തോൽവി ഏറ്റുവാങ്ങാൻ പൊയ്ക്കൊണ്ടിരിക്കുന്നൊരു സമയമാണ്. അതായത് അവർ തോൽവി ഏറ്റുവാങ്ങാൻ തുടങ്ങിയിരിക്കുന്നു. എല്ലായിടവും അവർക്കിപ്പോൾ പ്രശ്നങ്ങൾ സ്റ്റാർട്ട് ചെയ്തതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവർക്കിപ്പോൾ അവരുടെ ലൈഫിൽ ഇപ്പം നിങ്ങൾക്കറിയായിരിക്കും, അവരുടെ ലൈഫിൽ അവരെന്തൊക്കെയോ പ്ലാനിങ്ങിലായിരുന്നു. അവരുടെ ലൈഫ് എങ്ങനെ മുമ്പോട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് നേരത്തെ തന്നെ ഒരു ഐഡിയ ഉണ്ടായിരുന്നു. എന്ത് ചെയ്യണം, എവിടെ ചെയ്യണം. ഇപ്പോൾ അവരുടെ കരിയറിൽ തന്നെ അവർക്ക് ബിസിനസ് ആവാം, അല്ലെങ്കിൽ അവരുടെ ജോബാവാം. അവർക്ക് അവരുടെ കാര്യം കഴിഞ്ഞിട്ടേ ഉണ്ടായിരുന്നുള്ളൂ ബാക്കി എന്തും. അപ്പോൾ അവരുടെ ലൈഫ് എങ്ങനെ നന്നായിട്ട് കൊണ്ടുപോകണമെന്ന് അവർക്ക് നേരത്തെ ഒരു പിക്ചർ ഉണ്ടായിരുന്നു. അവരതിന് വേണ്ടിയിട്ട് ഓരോ കാര്യങ്ങൾ ഇപ്പോൾ ശ്രമിക്കുന്നു. അതായത് ശ്രമിക്കുന്നതെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. നിങ്ങളുടെ വ്യക്തിക്ക് ഇപ്പോൾ ഒരുപാട് ശത്രുക്കളുള്ളതായിട്ട് കാണുന്നുണ്ട്. ആ ശത്രുക്കൾ ഉണ്ടായത് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവമായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ കാണുന്നത്. കാരണം എന്താ പറയട്ടെ, ആരുടെ അടുത്തും ഒരു കരുണയും ദയവും ഇല്ലാത്തൊരു സ്വഭാവമായിട്ടാണ് നിങ്ങളുടെ വ്യക്തി ഇവിടെ കാണിച്ചിരിക്കുന്നത്. പറഞ്ഞല്ലോ, അവരൊരുപാട് ഭാഗത്തുനിന്ന് തോൽവിയും പരാജയമൊക്കെ ഏറ്റുവാങ്ങുന്നുണ്ട്. പക്ഷെ ആൾക്കാരുടെ മുമ്പിൽ അവർ തോറ്റു എന്ന് കാണിക്കാൻ അവർക്ക് താല്പര്യമില്ല. അവരാണെങ്കിൽ ഒറ്റയ്ക്കിരുന്നിട്ടാണ് പല കാര്യങ്ങളും ചിന്തിക്കുന്നത്. ഇതിൻ്റെ ഇടയിൽ നിങ്ങളെക്കുറിച്ചിട്ട് ഓർത്തിട്ട് കുറ്റബോധം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് അവർ വിചാരിക്കുന്നത് അവരുടെ ലൈഫിൽ ഇത്രയൊക്കെ പരാജയവും പ്രശ്നങ്ങളും ഒക്കെ ഒരുപാട് ഒന്നൊന്നായിട്ട് പ്രശ്നങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ആ പ്രശ്നങ്ങളൊക്കെ വന്നത് നിങ്ങളെന്തോ നിങ്ങൾ ആ വ്യക്തിയെ ശപിക്കുന്നു, നിങ്ങൾ ആ വ്യക്തിക്കെതിരെ ബ്ലാക്ക് മാജിക്ക് ചെയ്യുന്നു എന്നൊക്കെ കൊണ്ടിട്ടാണ് അവർ വിചാരിച്ചുകൊണ്ടിരിക്കുന്നത്. കാരണം നിങ്ങളോട്ട് ബ്രേക്കപ്പ് ആയപ്പോൾ നേരെ അവർ സ്വസ്ഥത കിട്ടി എന്നുള്ളൊരു വിചാരത്തിലാണല്ലോ അവർ പോയത്. ഇപ്പോൾ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് എങ്ങനെയെങ്കിലും അവരുടെ ലൈഫിൽ അവർക്ക് സമാധാനം കിട്ടിയാൽ മതി എന്നുള്ളൊരു അവസ്ഥയാണ്. ആ അവസ്ഥയിലേക്ക് അവർ താമസിക്കാതെ പോകും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വ്യക്തി ആലോചിക്കും. നിങ്ങളായിരുന്നു സേഫ് പ്ലേസ്. നിങ്ങളുടെ അടുത്തേക്ക് വന്നപ്പം നിങ്ങൾ കൊടുത്തിരുന്ന സ്നേഹവും കരുതലും, അവർക്ക് കിട്ടിക്കൊണ്ടിരുന്ന റിലീഫും ഒരു സ്വസ്ഥതയും സമാധാനവും, അതിൻ്റെയൊക്കെ വില അവർ മനസ്സിലാക്കും. അവരതിനെയൊക്കെ കുറിച്ചിട്ട് ചിന്തിച്ച് പശ്ചാത്തപിക്കും എന്ന് തന്നെയാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. അത് വിത്തിൻ ഒരു 3 to 5 months അവരുടെ ലൈഫിൽ വലിയൊരു ചേഞ്ചാണ് വരാൻ പോകുന്നത്. ആ ചേഞ്ച് എന്ന് പറയുന്നത് നിങ്ങൾക്ക് പോസിറ്റീവായിട്ടുള്ള ഒരു വലിയ ചേഞ്ച് തന്നെ ആയിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ പ്രാർത്ഥനയുടെ ഫലമായിരിക്കും അവിടെ കിട്ടാൻ പോകുന്നത്. കാരണം നിങ്ങളെക്കുറിച്ചിട്ട് നിങ്ങളുടെ വില മനസ്സിലാക്കുക, യഥാർത്ഥത്തെ സ്നേഹം എന്താണെന്ന് മനസ്സിലാക്കുക. ഇവിടെ നിങ്ങളുടെ വ്യക്തി നിങ്ങൾ ആദ്യമായിട്ട് പരിചയപ്പെട്ടത് നിങ്ങളുടെ വ്യക്തിയുടെ ഒരു വലിയൊരു പ്രതിസന്ധിയായിട്ടുള്ളൊരു ഘട്ടത്തിലായിരുന്നതായിട്ടാണ് കേട്ടോ ഇവിടെ കാണുന്നത്. അതായത് നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളുടെ അടുത്ത് സ്നേഹമുണ്ടായിരുന്നോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത് അവരുടെ ലൈഫിലൊരു വലിയ പ്രശ്നം അവർ ഫേസ് ചെയ്തുകൊണ്ടിരുന്ന സമയത്താണ് നിങ്ങളും അവരും തമ്മിൽ കണ്ടുമുട്ടിയത്, അല്ലെങ്കിൽ റിലേഷൻഷിപ്പായത്. ആ ഒരു സമയത്ത് അവർ വലിയൊരു ഭാരം ചുമന്നുകൊണ്ടിരുന്ന സമയത്ത് അത് ചിലപ്പോൾ അവരുടെ ഫാമിലി പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ അവരുടെ കരിയർ റിലേറ്റഡ് ആയിട്ടുള്ളൊരു പ്രോബ്ലം ആവാം, അല്ലെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ടാവാം. അവരെന്തൊക്കെ ചെയ്തിട്ടും എന്തൊക്കെ എഫേർട്ട് ഇട്ടിട്ടും അവർക്കതിനൊരു റിസൾട്ട് കിട്ടാതെ അവർ വലഞ്ഞ് കഷ്ടപ്പെട്ടിരിക്കുന്ന ഒരു സന്ദർഭത്തിലായിരുന്നു നിങ്ങളെ പരിചയപ്പെട്ടുകൊണ്ടിരുന്നത്. നിങ്ങളെന്ന് പറയുന്നത് ആ ഒരു സമയത്ത് അവർക്ക് ഒരുപാട് റിലീഫ് കിട്ടിയിരുന്നതായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. അവർ അനുഭവിച്ചുകൊണ്ടിരുന്ന ആ ഒരു ഭാരത്തിൽ നിന്നൊക്കെ നിങ്ങളാണ് അവരെ രക്ഷപ്പെടാൻ ഹെൽപ്പ് ചെയ്തത് എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഇവിടെ ശരിക്കും നിങ്ങൾ ആ ഒരു വ്യക്തിയെ സാമ്പത്തികമായിട്ട് നല്ല രീതിയിൽ സഹായിച്ചതായിട്ട് കാണുന്നുണ്ട്. എന്തെങ്കിലുമൊക്കെ അവർക്ക് പ്രശ്നം വരുമ്പോഴും സാമ്പത്തിക ബുദ്ധിമുട്ട് അനുഭവിച്ചുകൊണ്ടിരുന്നപ്പോഴും നിങ്ങൾ നല്ല രീതിയിൽ അവർക്ക് സാമ്പത്തികം കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ ആ പൈസ ഇല്ലെങ്കിൽ പോലും, പൈസ ആവട്ടെ എന്തോ ആവട്ടെ, അതില്ലെങ്കിൽ പോലും നിങ്ങൾ ആ ഒരു പൈസ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ പല മാർഗങ്ങളും സ്വീകരിച്ചിട്ടുണ്ട്. ഇല്ലാത്ത പൈസ എവിടെന്നെങ്കിലുമൊക്കെ അത് റെഡിയാക്കി തന്നെ നിങ്ങളത് കൊടുക്കുമായിരുന്നു. ഇവിടെ കുറേ പേരുടെ എനർജീസ് നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ വ്യക്തിയെ കരിയറിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. അതായത് നിങ്ങളുടെ വ്യക്തിയുടെ പഠന കാര്യത്തിൽ ഇപ്പോൾ നിങ്ങളുടെ വ്യക്തി തുടർന്ന് പഠിക്കുന്നുണ്ട് എന്നുണ്ടെങ്കിൽ നിങ്ങൾ അവരെ ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുണ്ട്. അവർക്ക് സാമ്പത്തിക ബുദ്ധിമുട്ടുണ്ട് കഴിഞ്ഞപ്പോൾ, അതായത് കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള അവരുടെ പഠിക്കുന്നത് സംബന്ധിച്ച് എന്തെങ്കിലുമൊക്കെ കരിയർ പ്രശ്നം ഉണ്ടായപ്പോൾ നിങ്ങൾ
ഇല്ലാത്ത കാശ് വരെ നിങ്ങൾ എങ്ങനെയെങ്കിലുമൊക്കെ റെഡിയാക്കി കൊടുത്തതായിട്ടും ഇവിടുത്തെ എനർജി കാണുന്നുണ്ട്. കുറേ പേരുടെ നോക്കുകയാണെങ്കിൽ ഇപ്പം നിങ്ങളുടെ വ്യക്തിയുടെ വീട്ടിൽ എന്തെങ്കിലുമൊക്കെ പ്രശ്നമുണ്ട്, അവരുടെ അച്ഛനമ്മമാർക്ക്, അവരുടെ പെങ്ങൾക്ക് അല്ലെങ്കിൽ ബ്രദേഴ്സിന് എന്തെങ്കിലുമൊക്കെ പ്രശ്നം ഉണ്ടെന്നൊക്കെ പറയുമ്പോഴത്തേക്ക് നിങ്ങൾ ഒരുപാട് സപ്പോർട്ട് ചെയ്ത് നിന്നതായിട്ട് ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. അതായത് നിങ്ങൾ ഒരുപാട് മെൻ്റലി സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്, സാമ്പത്തികപരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. കാരണം അവർക്കൊരു പ്രശ്നം വന്നപ്പം നിങ്ങളെല്ലാം അത് സ്വന്തം പ്രശ്നമായിട്ട് ഏറ്റെടുത്തിട്ടായിരുന്നു നിങ്ങൾ ആ ഒരു സിറ്റുവേഷൻ കൈകാര്യം ചെയ്തുകൊണ്ടിരുന്നത്. ആക്ച്വലി നിങ്ങളെ പരിചയപ്പെട്ടതിന് ശേഷം, നിങ്ങളുമായിട്ട് റിലേഷൻഷിപ്പ് ആയതിനു ശേഷം അവരുടെ ലൈഫിലുണ്ടായിരുന്ന പ്രശ്നത്തിന് അവർ ആക്ച്വലി ബർഡൻ ചുമന്നിട്ടില്ല എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. ഈ ഒരു റിലേഷൻഷിപ്പ് കൊണ്ട് നിങ്ങൾക്കാണ് ഒരുപാട് നഷ്ടം ഉണ്ടായത്. കാരണം അത് പക്ഷെ നിങ്ങൾ ആ ഒരു സമയത്തൊക്കെ അതൊരു നഷ്ടമായിട്ട് നിങ്ങൾ കണ്ടിട്ടില്ലായിരുന്നു. നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് കൊടുക്കുന്ന സ്നേഹം അതായിട്ട് മാത്രമാണ് കണ്ടുകൊണ്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ ഇപ്പം നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് കാശ് ചിലവാക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കതൊരു ഭാരമായിട്ടോ അതൊരു നഷ്ടമായിട്ടോ തോന്നിയിട്ടുണ്ടായിരുന്നില്ല. കാരണം നിങ്ങൾ കൊടുത്തുകൊണ്ടിരുന്ന നിങ്ങൾ നിങ്ങളുടെ ടൈമായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതും നിങ്ങളുടെ കാശായിട്ട് കൊടുത്തുകൊണ്ടിരുന്നതും എല്ലാം നിങ്ങളുടെ സ്നേഹമായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. ഇവിടെ ചുരുക്കം പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സമയത്ത് നിങ്ങളുടെ വ്യക്തി നിങ്ങളെ സാമ്പത്തികമായിട്ട് ഒരുപാട് യൂസ് ചെയ്തതായിട്ടും കാണുന്നുണ്ട് കേട്ടോ. കാരണം എന്ന് വെച്ചാൽ നിങ്ങൾ ജീവിക്കുകയായിരുന്നു, നിങ്ങൾക്ക് ജീവിതം എന്താണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കിച്ച് തന്നു നിങ്ങൾക്ക് ആ ഒരു വ്യക്തിയുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ. പക്ഷെ ആ ഒരു വ്യക്തി ഒരു സമയത്ത്, അതായത് ആ ഒരു വ്യക്തി ഒരു ഭാരം അറിയുന്നില്ല, എല്ലാ കാര്യങ്ങളും നിങ്ങൾ നോക്കുന്നു, എല്ലാം നിങ്ങൾ ചെയ്യുന്നു. അപ്പോൾ ആ ഒരു വ്യക്തി ജീവിക്കുന്നത് മാറിയിട്ടൊരു സ്വപ്നലോകത്ത് സഞ്ചരിക്കാൻ തുടങ്ങി. അവർക്ക് പിന്നെ സുഖം, സന്തോഷം, ഒരുപാട് ലക്ഷറി ലൈഫ് എന്നുള്ളൊരു കാഴ്ചപ്പാടിലേക്കാണ് അവർ പോയത്. ഇവിടെ നിങ്ങളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ശരീരം നോക്കിയിട്ടില്ല, നിങ്ങളുടെ വീട്ടുകാർക്ക് നിങ്ങൾ സമയം കൊടുത്തിട്ടില്ല, നിങ്ങളുടെ കരിയറിൽ നിങ്ങൾ വേണ്ടത്ര ശ്രദ്ധ കൊടുത്തിട്ടില്ല. എല്ലാം ഈ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട്. ആ ഒരു വ്യക്തിക്ക് അസുഖം വരുമ്പോഴും എല്ലാം നിങ്ങൾ ആ ഒരു വ്യക്തിയെ കെയർ ചെയ്തതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. ഇപ്പോൾ ആ ഒരു വ്യക്തിക്ക് എന്തെങ്കിലുമൊക്കെ അസുഖം വന്ന് ഹോസ്പിറ്റലൈസ്ഡായി നിങ്ങൾ ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് പോയിട്ട് കാവലിരുന്നതായിട്ടും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട്. പക്ഷെ ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് നിങ്ങൾക്ക് തന്നെ തോന്നി നിങ്ങൾ ചെയ്തതിന് ഒരു ഫലവുമില്ലയോ, എന്താണ് ഈ വ്യക്തി ഇങ്ങനെ കാണിക്കുന്നത്, എന്താണ് ആ വ്യക്തിക്ക് പറ്റിയത്, നിങ്ങളുടെ വ്യക്തി നിങ്ങൾ വിചാരിക്കുന്നത് പോലെ നിങ്ങളോട് സ്നേഹമില്ലേ എന്നൊക്കെയുള്ള ആ ഒരു ചിന്ത നിങ്ങളെ അലട്ടാൻ തുടങ്ങി. നിങ്ങളാണെങ്കിൽ ഒരു വട്ടം കഴിഞ്ഞപ്പോഴത്തേക്ക് ഈ ഒരു ചിന്ത വരാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴത്തേക്ക് ആ ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ട് നിങ്ങൾ ചെയ്യുന്നതെല്ലാം നിങ്ങൾ സ്നേഹത്തിൻ്റെ പുറത്ത് ചെയ്തതാണെങ്കിൽ തന്നെയും ചെയ്തതിനൊന്നും ഒരു റിസൾട്ട് കിട്ടുന്നില്ല, അല്ലെങ്കിൽ ചെയ്തതിന് തിരിച്ചൊരു നന്ദിയില്ല എന്നുള്ളൊരു രീതിയിലേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ സ്വഭാവം മാറിക്കഴിഞ്ഞു. ഇവിടെ നിങ്ങളുടെ വ്യക്തിയെ ഒരുപാട് രീതിയിൽ പല കാര്യങ്ങളും ഇൻഫ്ലുവൻസ് ചെയ്തതായിട്ട് കാണുന്നുണ്ട്. ഇവിടെ നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിലുള്ള ആ ഒരു ബന്ധത്തിനെ കുറിച്ചിട്ട് മറ്റൊരു പേഴ്സണിനെ അറിയാം. ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് അതായത് എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ ഈ ഒരു തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് ഇപ്പോൾ നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ കല്യാണം കഴിച്ചതാണ് എന്നുണ്ടെങ്കിൽ ചില ആൾക്കാരുടെ ലൈഫിൽ ഈ തേർഡ് പേഴ്സൺ എന്ന് പറയുന്നത് അവരുടെ മദർ-ഇൻ-ലോ അല്ലെങ്കിൽ ഫാദർ-ഇൻ-ലോ, ബ്രദർ അല്ലെങ്കിൽ സിസ്റ്റർ-ഇൻ-ലോ ആയിരിക്കാം, അല്ലെങ്കിൽ ഫ്രണ്ട്സ്, അങ്ങനെയൊക്കെ ഇപ്പോൾ കല്യാണം കഴിക്കാത്തവരാണെങ്കിൽ ഫ്രണ്ട്സ്, അല്ലെങ്കിൽ നിങ്ങളുടെ ഇടയിലെ പ്രശ്നം ഉണ്ടാക്കുന്ന വ്യക്തികൾ, നിങ്ങളെക്കുറിച്ചിട്ട് നല്ല രീതിയിൽ അറിയാവുന്ന വ്യക്തികൾ. ഈ വ്യക്തികൾ നിങ്ങളുടെ പേഴ്സൻ്റെ അടുത്ത് നിങ്ങളെക്കുറിച്ചിട്ട് പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. അതായത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൻ്റെ ഇടയിൽ വിള്ളലുണ്ടാക്കുന്ന പല കാര്യങ്ങളും പറഞ്ഞു കൊടുക്കാൻ തുടങ്ങി. ആ നിരന്തരം ഇങ്ങനെ പറഞ്ഞു കൊടുത്തുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് നിങ്ങളുടെ വ്യക്തിയുടെ അവസ്ഥ എന്തായി? നിങ്ങളെക്കുറിച്ചിട്ട് കുറ്റങ്ങൾ മാത്രം കേട്ട് നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ കുറ്റം മാത്രം കണ്ടുപിടിക്കാൻ തുടങ്ങി. ലാസ്റ്റ് ഒരു ഘട്ടം വന്നപ്പോൾ അവർ തന്നെ ചിന്തിക്കുന്നു, നിങ്ങൾ ഭയങ്കര പ്രശ്നക്കാരി അല്ലെങ്കിൽ പ്രശ്നക്കാരനാണ്, അവരുടെ ലൈഫിൽ നിങ്ങൾക്ക് നല്ലൊരു റോളല്ല, നിങ്ങൾ അവർക്ക് നല്ലതല്ല ചെയ്യുന്നത്, ഇങ്ങനെയൊക്കെ അവർ ചിന്തിക്കാൻ തുടങ്ങി. കാരണം അവരുടെ മനസ്സിൽ നിന്ന് നിങ്ങൾ എന്തൊക്കെ അവർക്ക് വേണ്ടി ചെയ്തോ അതെല്ലാം മാഞ്ഞു തുടങ്ങി. അതിനുശേഷം നിങ്ങൾ ആ ഒരു വ്യക്തിയെ വഴക്ക് പറയട്ടെ, നിങ്ങൾക്ക് വിഷമം കൊണ്ടിട്ടാണ് നിങ്ങൾ വഴക്ക് പറയുന്നത്, നിങ്ങൾക്ക് നിരാശയുണ്ട്, നിങ്ങൾ എഫേർട്ട് ഇടുന്ന അത്രയും തിരിച്ചു കിട്ടുന്നില്ല, അതിൻ്റെയൊക്കെ നിരാശയൊക്കെ തീർക്കുന്ന നിങ്ങൾ ആ ഒരു വ്യക്തിയുടെ മേലാണ്. അപ്പോൾ ഇത് മാത്രമേ കാണുന്നുള്ളൂ. നിങ്ങൾ എങ്ങനെയാണ് റിയാക്ട് ചെയ്യുന്നത്, അവരെങ്ങനെയാണ് നിങ്ങളോട് പെരുമാറിയത് എന്ന് അവർ ചിന്തിക്കുന്നില്ല.
അവരുടെ പെരുമാറ്റത്തിൻ്റെ ഭാഗമായിരുന്നു നിങ്ങളുടെ റിയാക്ഷൻ. അവർ ആ ഒരു റിയാക്ഷൻ മാത്രം എടുത്തു വെച്ചിട്ട് നിങ്ങളെ ചോദ്യം ചെയ്തു. നിങ്ങൾ എന്തുകൊണ്ട് അവരുടെ അടുത്ത് ദേഷ്യപ്പെടുന്നു, നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ സംസാരിക്കുന്നത്, നിങ്ങൾ എന്താണ് അവരുടെ സ്വസ്ഥത നശിപ്പിക്കുന്നത്, കുറച്ച് സ്വസ്ഥത തരൂ എന്നൊക്കെ പറഞ്ഞ് വീട്ടിൽ നിന്ന് ഇറങ്ങി പോവുക, നിങ്ങളുടെ അടുത്ത് സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇറങ്ങി പോവുക, അടുത്തിരിക്കുന്ന എന്തെങ്കിലുമൊക്കെ തല്ലി പൊട്ടിക്കുക. നിങ്ങൾ ആദ്യം പറഞ്ഞല്ലോ, നിങ്ങളുമായിട്ട് ബ്രേക്കപ്പ് ആയപ്പം അവർ സ്വസ്ഥത തേടിയാണ് പോയത് എന്നുള്ളത്. ഈ സ്വസ്ഥത, അതായത് നിങ്ങളുമായിട്ടുള്ള റിലേഷൻഷിപ്പിൽ സ്വസ്ഥത ഇല്ല എന്ന് അവരെ പറഞ്ഞ് അവരുടെ മനസ്സിലേക്ക് ഈ വിഷം ഇഞ്ചക്റ്റ് ചെയ്തത് ഈ തേർഡ് പാർട്ടി ആയിട്ടാണ് കാണുന്നത് കേട്ടോ. അതൊരു ഡെവിൾ എനർജിയാണ്. അത് നിങ്ങൾക്ക് പ്രശ്നമായിട്ട് വന്ന, നിങ്ങളുടെ ലൈഫിൽ പ്രശ്നമായിട്ട് വന്ന ഒരു ഡെവിൾ എനർജിയാണ്. ഈ ഒരു ഡെവിൾ എനർജി എന്ന് പറയുന്നത് നിങ്ങളുടെ വ്യക്തിയെ യൂസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതായത് ഒരുപാട് തവണ നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ വാങ്ങിച്ചിട്ട് ഈ ഒരു ഡെവിളിന് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ വ്യക്തി കൊണ്ടുവന്ന് ചിലവാക്കിയിട്ടുള്ളത്. ഒരു സമയമായപ്പോഴത്തേക്ക് അതൊക്കെ ഈ ഒരു തേർഡ് പേഴ്സണിന് നല്ല രീതിയിൽ അറിയാവുന്ന കാര്യമാണ് കേട്ടോ. നിങ്ങളുടെ കയ്യിൽ നിന്ന് പൈസ മേടിക്കുന്നതിൽ ഈ ഒരു തേർഡ് പേഴ്സൺ, ആ ഒരു ഡെവിളും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്, ആ ഒരു നെഗറ്റീവ് എനർജിയും പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ട്. ഒരു ഘട്ടം വന്നപ്പോഴത്തേക്ക് നിങ്ങൾ എന്ന് പറയുന്ന ആ വ്യക്തി നിങ്ങളുടെ പേഴ്സണിന് അതൊരു ഭാരമാണ് എന്നൊക്കെ പറഞ്ഞ് നിങ്ങളുടെ വ്യക്തിയെ ബ്രെയിൻ വാഷ് ചെയ്ത് നിങ്ങളെ ഉപേക്ഷിക്കണം എന്നുള്ള ഒരു മൈൻഡ് സെറ്റിലേക്ക് കൊണ്ടെത്തിച്ചത് ആ ഒരു നെഗറ്റിവിറ്റി നിറഞ്ഞിട്ടുള്ള ആ ഒരു തേർഡ് പേഴ്സണായിട്ട് തന്നെയാണ് കേട്ടോ ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. പക്ഷേ ഇവിടെ സത്യം നിങ്ങളുടെ കൂടാണ്. സത്യത്തിൻ്റെ ഭാഗം എന്താണോ അത് മാത്രമേ വിജയിക്കൂ എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾ ഒരുപാട് രാത്രി കരഞ്ഞിട്ടുണ്ട്. പല ആൾക്കാരും മരിക്കാൻ വരെ തുനിഞ്ഞതായിട്ടാണ് കേട്ടോ ഇവിടെ കാണാൻ സാധിക്കുന്നത്. നിങ്ങളുടെയൊക്കെ വിചാരം, അതായത് ആ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് പോയി കഴിഞ്ഞപ്പോൾ നിങ്ങളുടെയൊക്കെ വിചാരം നിങ്ങളുടെ ലൈഫ് തീർന്നു എന്നായിരുന്നു. കാരണം നിങ്ങളുടെ ജീവനും എല്ലാം ആ ഒരു വ്യക്തിയിലാണ് അർപ്പിച്ചിരുന്നത്. നിങ്ങളുടെ ലോകം തന്നെ ആ ഒരു വ്യക്തിയായിരുന്നു. അപ്പം ആ ഒരു വ്യക്തി പോയപ്പോഴത്തേക്ക് നിങ്ങൾ വിചാരിച്ചു എല്ലാം അവസാനിച്ചു. നിങ്ങൾക്ക് ആക്ച്വലി പറ്റിയത് അതാണ്. നിങ്ങളുടെ സന്തോഷവും നിങ്ങളുടെ ടൈമും എല്ലാം ഇൻവെസ്റ്റ് ചെയ്തിരുന്ന ആ ഒരു വ്യക്തിയിലാണ്. സത്യം നിങ്ങൾ തിരിച്ചറിയുക. നിങ്ങളുടെ ഭാഗത്താണ് സത്യം. നിങ്ങൾ ഉറക്കമൊഴിയേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഡിപ്രഷൻ അടിക്കേണ്ട ആവശ്യമില്ല, നിങ്ങൾ ഓവർ തിങ്ക് ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങൾ കൊടുത്തതല്ല നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്. നിങ്ങളുടെ സ്നേഹം ആ ഒരു വ്യക്തി അർഹിക്കുന്നില്ല. നിങ്ങളൊരു കാര്യം ഒന്ന് ചിന്തിച്ച് നോക്കിയേ. ഈ ഒരു റീഡിങ് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പറയുന്നതാണ് കേട്ടോ, കുറേ ആൾക്കാരുടെ അവസ്ഥ കണ്ടു കഴിഞ്ഞപ്പം നിങ്ങൾ ഈ കൊടുത്ത സ്നേഹവും അവർക്ക് വേണ്ടിയിട്ടുള്ള ആ എഫേർട്ടും ഒക്കെ ആ ഒരു പേഴ്സണിന് വേണ്ടിയിട്ടല്ല നിങ്ങൾ ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ, നിങ്ങളൊരു പട്ടിക്ക് വേണ്ടിയിട്ട് ഇതൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നെങ്കിൽ ആ പട്ടി ഉണ്ടല്ലോ നിങ്ങളുടെ കൂടെ അതിൻ്റെ മരണം വരെ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നേനെ. അപ്പം ഈ ഒരു അവസ്ഥയിലാണ് നിങ്ങൾ കടന്നു നിൽക്കുന്നത് എന്നുണ്ടെങ്കിൽ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കുക. നിങ്ങളുടെ പട്ടിയാവാൻ പോലും യോഗ്യതയില്ലാത്ത ഒരു വ്യക്തിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങളുടെ സമയം കളഞ്ഞുകൊണ്ടിരിക്കുന്നത്. നിങ്ങളെ തന്നെ നോക്കാതെ നിങ്ങളുടെ കരിയറും കൊണ്ട് തൊലച്ച് നിങ്ങളുടെ ജീവിതം നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. ഈ ഒരു വ്യക്തി നിങ്ങൾ കൊടുത്തത് എന്താണ് നിങ്ങൾക്ക് തിരിച്ചു കിട്ടിയത്? അവസാനം നിങ്ങൾ അവിടെ ആരായി? അത് നിങ്ങൾ ആലോചിക്കുക. ഈ ഒരു റീഡിങ് കണ്ടിട്ട് എനിക്ക് പറയാതിരിക്കാൻ വയ്യ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ ഉയരും തോറും നിങ്ങളുടെ വ്യക്തി അവിടെ നശിച്ചുകൊണ്ടിരിക്കും. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ, നിങ്ങളുടെ അടുത്ത് ചെയ്തതിന് കുറ്റബോധം ഉണ്ടോ എന്നുള്ളൊരു ചോദ്യത്തിന് ഇവിടെ അവരുടെ ജീവിതം ഉയർത്താൻ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. പക്ഷേ അവരുടെ ജീവിതം ഉയർത്താൻ വേണ്ടിയിട്ട് അവർ ഓരോ സ്റ്റെപ്പ് എടുക്കും തോറും, ഓരോ സ്റ്റെപ്പ് അവരിങ്ങനെ കയറാൻ ശ്രമിക്കും തോറും അവർ 10-12 സ്റ്റെപ്പ് താഴോട്ട് വീണുകൊണ്ടിരിക്കുകയാണ്. ദൈവം അവർക്ക് ഇട്ട് ശിക്ഷ കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. ഇതൊന്നെങ്കിൽ നിങ്ങളുടെ ചെവിയിൽ ആരെങ്കിലും പറഞ്ഞ് എത്തിയിട്ടുണ്ടാവാം, അല്ലെങ്കിൽ നിങ്ങളിത് അറിയും അവരുടെ തോൽവിയെക്കുറിച്ചിട്ട്. ഇവിടെ നിങ്ങൾക്ക് നീതി കിട്ടും എന്നാണ് ഇവിടെ യൂണിവേഴ്സ് പറയുന്നത്. എല്ലാവരും സമാധാനമായിട്ടും സന്തോഷമായിട്ടും ഇരിക്കുക. നിങ്ങളുടെ കാര്യം നിങ്ങൾ നോക്കുക. നേരത്തെ പറഞ്ഞല്ലോ, നിങ്ങളുടെ പട്ടിയാവാൻ പോലും ആ ഒരു വ്യക്തിക്ക് യോഗ്യതയില്ല. ആ ഒരു വ്യക്തിക്ക് ആ ഒരു യോഗ്യത ഇല്ലാത്തത് കൊണ്ടാണ് യൂണിവേഴ്സായിട്ട് ഈ ഒരു വ്യക്തി നിങ്ങളുടെ ലൈഫിൽ നിന്ന് എടുത്ത് കളഞ്ഞത്. അവർ ചെയ്ത തെറ്റിന് ആ ഒരു ഫലം അത് നിങ്ങൾ തന്നെ കണ്ടറിയും. അവരെന്താണ് അനുഭവിക്കാൻ പോകുന്നതെന്നും
നിങ്ങളുടെ ഭാഗത്ത് ഉള്ള ആ ഒരു ശരി, അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങളുടെ കാൽക്കൽ യൂണിവേഴ്സ് ഈ ഒരു വ്യക്തിയെ കൊണ്ടെത്തിക്കും എന്നാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത്. നീതി നിഷേധിക്കപ്പെട്ട എല്ലാവർക്കും വേണ്ടിയിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് എനിക്കിത് തോന്നുന്നത്, ഈ ഒരു റീഡിങ്ങിൽ എനിക്ക് മനസ്സിലായത്. ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഞാൻ അവസാനിപ്പിക്കുകയാണ്. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. പേഴ്സണൽ റീഡിംഗ് എടുക്കാനായിട്ടും നിങ്ങളുടെ പ്രശ്ന പരിഹാരത്തിനായിട്ടും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയയ്ക്കുക. ബ്രേസ്ലെറ്റ് വേണ്ടുന്നവരും സ്ക്രീനിൽ കാണുന്ന വാട്സപ്പിൽ മെസ്സേജ് അയയ്ക്കുക. ഈ ഒരു വീഡിയോ കണ്ട എല്ലാവർക്കും യൂണിവേഴ്സിൻ്റെ അനുഗ്രഹം ഉണ്ടാകട്ടെ എന്ന് മനസ്സുരുകി പ്രാർത്ഥിച്ചുകൊണ്ട് വീഡിയോ അവസാനിപ്പിക്കുകയാണ്. നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. അതുവരെ ടേക്ക് കെയർ, ബൈ ആൻഡ് താങ്ക് യു.